ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയയോട് കൂടിയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. പാർക്ക് എന്ന് വെച്ചാൽ സീഷോർ ഫാം ആൻഡ് നഴ്സറിയാണ്. ഇതിപ്പോൾ പ്ലേസ് വരുന്നത് നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ ടു തൃപ്രയാർക്ക് പോണ റൂട്ടിലാണ്. പെരിഞ്ഞനം 3 പീടിക ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നേരെ ഇടയിലോട്ട് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാക്കത്തുരുത്തി ഫാം ആൻഡ് നഴ്സറി എത്തും. ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസ് എന്ന് വെച്ചാൽ ഇവിടേക്ക് പാർക്കിലേക്ക് ഇവിടേക്കൊക്കെ കടക്കാനായിട്ട് എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. ഇതാണ് പാർക്കിലേക്കുള്ളൊരു വഴിയാണ് ഇതിലേട്ടോ. അതിനുള്ളിലാണ് കുട്ടികളുടെ ലോകം ഇരിക്കുന്നത്. നമ്മുടെ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എൻട്രൻസിൽ തന്നെ. മൗഗ്ലിയും കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊച്ചു പാർക്കുകൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു പാർക്ക് സെക്ഷൻ. അവിടെ കൊച്ചു കുട്ടികൾക്ക് മുതൽ കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ ആകർഷിക്കുന്ന രീതിയിലാണ് ആ പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്കിലെ രസകരമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത്, അപ്പോൾ ഇതാണ് നഴ്സറി. ഇവിടെ എല്ലാ ടൈപ്പ് ചെടികളും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഏത് ഫ്രൂട്ട്സിൻ്റെ ആയാലും വെജിറ്റബിൾസിൻ്റെ ആയാലും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ ആയാലും എല്ലാ ടൈപ്പും നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതാ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നിറയെ പക്ഷികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സൂ പോലെ വേണമെങ്കിൽ പറയാം. നല്ല പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് പാർക്കും എല്ലാം നമുക്കിത് ഈ ഒരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഒരു 1 ഡേ ട്രിപ്പായിട്ട് വന്ന് കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോഴ്സ് റൈഡിങ്ങിന് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ടോയ് ട്രെയിനിൽ നമുക്ക് കയറി ഫാം മുഴുവൻ അവർ കറങ്ങി കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. അവിടെ ടിക്കറ്റ് ചാർജൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ടോയ് ട്രെയിനിൽ കയറാനും അതുപോലെ തന്നെ ഹോഴ്സിൻ്റെ പുറത്ത് കയറാനും ഇനി ഓരോ നമുക്ക് സെക്ഷനായിട്ട് നമുക്ക് കയറുന്നതിന് ഫുള്ള് നമ്മൾ ടിക്കറ്റ് എടുക്കുക, ടോക്കൺ എടുത്തതിന് ശേഷം നമുക്കൊരു ടോക്കൺ തരും. അത് വെച്ചിട്ടാണ് നമ്മളെല്ലാത്തിലും കയറുന്നത്. കുതിരയ്ക്കൊക്കെ കണ്ടോ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ചാർജൊക്കെ വായിച്ചു നോക്കാം കേട്ടോ. ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഹോഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇപ്പോൾ ടോയ് ട്രെയിനിൽ കയറാനും അതുപോലെ തന്നെ ജൈൻറ്റ് വീലിൽ കയറാനൊക്കെ നമ്മൾ ഇവിടുന്ന് ടോക്കൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ എടുത്തിട്ട് ഈ ടോക്കണാണ് നമ്മളവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലൊക്കെ കയറി എൻജോയ് ചെയ്യാം. വീക്കെൻഡിലൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടീസിനെയൊക്കെ പെറുക്കി എടുത്തിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് അല്ലേ. അപ്പോൾ നമ്മൾ താഴെ ബോട്ടിംഗ് സെക്ഷനിലേക്കാണ് നമ്മൾ പോണത്. അവിടെ ബോട്ട് സവാരി നടത്താനാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് താഴോട്ടെത്താം. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴാണ് ഇത്രയും നല്ലൊരു പ്ലേസ് ആണെന്ന് തന്നെ മനസ്സിലായത് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാണാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കിതൊരു വലിയ ഉപകാരമായിക്കോട്ടെ. അപ്പോൾ ഇതാ ഇവിടെ ഒരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിംഹത്തിൻ്റെ ഗുഹ പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ലയൻ്റെ പുറത്ത് കയറിയിരുന്ന അടിയിലുള്ള ഗുഹയിൽ കൂടെ പുറത്തോട്ട് വരും. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന കുട്ടികളൊക്കെ അത് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിനുള്ളിൽ തന്നെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. ഷേക്കും ജ്യൂസും ഫ്രഷ് ജ്യൂസ് ചായ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെറിയ സ്നാക്സ് ഐറ്റംസ് ബർഗർ അതുപോലെ തന്നെ സാൻഡ്വിച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ പഴംപൊരി അങ്ങനെ കുറച്ച് കടികളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫായിട്ടുള്ള സർവീസാണ് കേട്ടോ, സ്വന്തമായിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുക. അപ്പോൾ ജ്യൂസാണ് നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തത്, പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് ഇത് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് തണുത്തതിന് ശേഷം നമ്മളിവിടെ ട്രെയിൻ കയറാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ നമുക്കുള്ള അടുത്ത ഈ ഒരു ബാച്ചിലാണ് ഇപ്പോൾ നമ്മൾ കയറണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി അടുത്ത സെക്ഷൻ കയറ്റും. ഫാം ഫുള്ളൊക്കെ ഇങ്ങനെ നമുക്ക് നടന്ന് ക്ഷീണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ട്രെയിനിൽ കയറി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി കേട്ടോ. ഈ ഫാമിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഓൾ റൗണ്ടായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചു. ഫാം ഫുള്ളായിട്ട് നമ്മളെ കറങ്ങി കാണിച്ചിട്ടോ. അപ്പോൾ ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ തന്നെ ഫാം കൃഷികളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ബോട്ടിൽ കയറാനാണ്. അപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ചതിന് ശേഷം ഒരു 5 പേർക്ക് കയറാവുന്ന രീതിയിലുള്ള ബോട്ടാണ്. അപ്പോൾ കാലുകൊണ്ട് നമ്മൾ സ്വയം ചവിട്ടി പോവും. അപ്പോൾ ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഓടിച്ചു പോകുന്ന രീതിയിലുള്ള ബോട്ടുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ തോട്ടിലൂടെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഓൾ റൗണ്ട് ചെയ്തിട്ട് വരും. അപ്പം അങ്ങനെ നമ്മുടെ ബോട്ടിലുള്ള യാത്രയും കഴിഞ്ഞു. ഇതോടെ ഹോഴ്സ് റൈഡിങ്ങിൽ ഒരു കുട്ടി പോകുന്നുണ്ടോ, എന്ത് രസമാണല്ലേ കുതിരപ്പുറത്തിരുന്ന് പോകുന്ന കാണാൻ. അപ്പോൾ ഈ വീക്കെൻഡിൽ എല്ലാവരും ഇങ്ങോട്ടും പുറപ്പെട്ടോളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഇവിടെ ആ കുട്ടി കിടന്ന് കാണിക്കുന്നുണ്ടോ, പാവം തോന്നും നമുക്ക്.
അപ്പോൾ നമ്മളങ്ങനെ ജൈൻറ്റ് വീലിലൊക്കെ കയറി. കുഞ്ഞ് ജൈൻറ്റ് വീലാണ് കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റിയ അടിപൊളി ജൈൻറ്റ് വീലാണ്. അപ്പോൾ ആ ജൈൻറ്റ് വീൽ ഇരുന്നിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ ട്രെയിൻ വരുന്നതൊക്കെ നമ്മൾ സൈഡിൽ നിന്ന് കണ്ട് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. ഇനി നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പല വെറൈറ്റിയിട്ടുള്ള കുതിരകളും അതുപോലെ തന്നെ ക്യാമല്, കാള, പട്ടികൾ, പിന്നെ ഈ പറഞ്ഞ പോലെ കോഴി, പിന്നെ താറാവ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സീഷോർ ഫാം ആൻഡ് നഴ്സിംഗ് ഫുള്ളായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സൂ ആയാലും പാർക്ക് ആയാലും അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്ങും ട്രെയിനിലൊക്കെ കയറാനൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികളൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് എല്ലാവരും പോന്നോളൂ നമ്മുടെ ഈ കാക്കത്തുരുത്തിയിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.